ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഈ ചേച്ചിയെ നമ്മുടെ ജിജി മരിയോ എന്ന് പറയുന്ന ഈ ചേച്ചിയെ അറിയാത്തവരായിട്ട് ഈ കേരളക്കരയിൽ ആരും കാണാൻ ചാൻസ് ഇല്ല. കാരണം ഈ ചേച്ചിയുടെ ഒരു വീഡിയോ എങ്കിലും കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ വീഡിയോയെക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം കാര്യം എന്തുവാണെന്നുള്ളത് ഞാൻ പുറകെ പറയാം. ഹായ് ചേച്ചി, ഞങ്ങൾക്ക് ചേച്ചിയുടെ വീഡിയോ ഒക്കെ കാണുമ്പം ഇച്ചിരി എന്തോ പറയുന്നേ, ഒരു കോരിത്തരിപ്പൊക്കെ തോന്നാറുണ്ട് എന്നുള്ളത് സത്യമാണ് കേട്ടോ. ചേച്ചി പല കാര്യങ്ങളും പറയുന്നതിനകത്ത് കുട്ടികളോടുള്ള ഉപദേശങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് അനുകൂലം ആണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചേച്ചി കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചേച്ചീന്ന് വിളിക്കുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി എന്നെക്കാട്ടി മൂത്തതാണോ എന്നെക്കാട്ടി ഇളയതാണോ ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് 36 വയസ്സുണ്ട്. ഇനി ഒരുപക്ഷെ എന്നെക്കാട്ടി മൂത്തതാണെങ്കിൽ ചേച്ചി എന്നുള്ള വിളി അങ്ങ് സ്വീകരിച്ചു. അതല്ല എന്നെക്കാട്ടി ഇളയതാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പ്രായം അറിയത്തില്ലല്ലോ. എന്തായാലും ബഹുമാനാർത്ഥമായിട്ട് ചേച്ചിന്ന് വിളിക്കുന്നതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ചേച്ചി, ഞാൻ പറയാൻ വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞത്, ചേച്ചി പറയുന്ന വീഡിയോയിൽ കുട്ടികൾക്കായിട്ട് പറയുന്ന മിക്ക വീഡിയോയിലും കൊള്ളാം, കുഴപ്പമില്ല, കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ചേച്ചി ഈ സ്ത്രീകൾക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കുറേ വീഡിയോകളുണ്ടല്ലോ. അതായത് എന്തിന് വിവാഹം കഴിച്ചു, നമ്മൾ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തരാറുണ്ടല്ലോ. ചേച്ചി ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ വീട്ടമ്മമാരെ തന്നെയാണോ, അതോ ഇനി വേറെ ഏതെങ്കിലും കൺട്രിയിലെ വീട്ടമ്മമാരെയാണോ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ വീട്ടമ്മമാരെയാണ് ചേച്ചി ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യമില്ല കേട്ടോ. കാരണമെന്ന് പറഞ്ഞാൽ ചേച്ചി പറയുന്ന രീതിയൊക്കെ ഫോളോ ചെയ്യാൻ, അതായത് കേൾക്കാൻ കൊള്ളാം, ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഈ കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് ചേച്ചിക്ക് അറിയാവോ? കേരളത്തിലെ ഓരോ സാധാ വീടുകളിലും ഓരോ കാര്യം, അതായത് ഓരോ ഹൗസ് വൈഫും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചേച്ചിക്ക് അറിയാവോ? അറിയില്ല. കാരണം എന്താണെന്നറിയോ? ചേച്ചിയുടെ അണ്ണൻ കൊള്ളാം, അണ്ണൻ സൂപ്പറാണ്. ചേച്ചിയുടെ അണ്ണൻ നല്ലതായതുകൊണ്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ വന്നിരുന്നു നല്ല 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 ആണുങ്ങൾക്കൊക്കെ ഹരം കൊള്ളുന്ന രീതിയിലുള്ള വീഡിയോകൾ ചേച്ചിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. ചേച്ചിയുടെ അണ്ണൻ പൊളിയായതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ഈ കേരളത്തിലെ മിക്ക വീടുകളിലെയും പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതല്ല കേട്ടോ. അതായത് ആണുങ്ങളുടെ തലമുടി നരച്ചു, ആണുങ്ങൾ പിരുവൻ ചുളിഞ്ഞു, അവരുടെ കണ്ണിൻ്റെ താഴെ പാട് വീണു, ഇതൊന്നും നോക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇന്ന് കേരള സമൂഹത്തിലെ മിക്ക സ്ത്രീകളും ഉള്ളത്. അവനവൻ്റെ മക്കളുടെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക്, അന്യൻ്റെ വീട്ടിലെ അടുക്കള പണി പോലും ചെയ്യാൻ ഒരവസരം കിട്ടണേ, അങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണേ എന്നും പറഞ്ഞ് പെടാപ്പാട് പെടുന്ന ഒരു കൂട്ടം സ്ത്രീ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. ആ സമയത്ത് പോയിരുന്നിട്ട് ചേച്ചി പറയുന്നത് പോലെ ഭർത്താവിൻ്റെ മുടിയുടെ എണ്ണവും ഭർത്താവിൻ്റെ തലമുടി നരച്ചതും ഭർത്താവ് പോകുമ്പോൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനും ഭർത്താവിൻ്റെ കണ്ണിൻ്റെ താഴെ വീണ വരയുടെ എണ്ണ എടുക്കാനും ഒക്കെ നിന്നാലേ അവരുടെ വീട്ടിലെ മക്കളുടെ പള്ളയൊട്ടി വിശന്ന് കരയും. പിന്നെ പോരാത്തതിന് ആ കുഞ്ഞുങ്ങൾ വല്ല ക്രിമിനൽസുമായിട്ട് മാറും. കാരണം വിശപ്പിനോളം വലിയൊരു, എന്താ പറയേണ്ടത്, വിശപ്പിനോളം വലിയൊരു പോരാളി വേറെ ഒന്നുമില്ല ചേച്ചി. ആ മക്കൾ മറ്റെന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടും ഭർത്താവിനെ സുഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ. ഇന്ന് കേരളത്തിൽ അരിയെക്കാട്ടി കൂടുതലേറെ മദ്യം വിൽക്കുന്ന കാലമാണ്. പണ്ട് നമ്മുടെ ഈ സർക്കാർ പിന്നെ കയറിയ സമയത്ത് നിരോധനം എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീമമായിട്ടുള്ള കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ കേരള സമൂഹത്തിൽ, കേരളത്തിലെ സ്ത്രീകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. മദ്യവർജനം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ സംഗതിയാണ്, മദ്യമെല്ലാം നിരോധിക്കും, കേരളത്തിലെ സ്ത്രീ സമൂഹം രക്ഷപ്പെടും എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി ആ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പോലെ തന്നെയാണ്. ഒരു വർജനവും ഇല്ല, കൂടിയതേ ഉള്ളൂ. പോരാത്തതിന് സർക്കാർ ഒരു ഏറ്റവും വൻ ചതിയും കൂടെ ചെയ്തു. അന്ന് 200 250 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മദ്യം ഇന്ന് കേരളത്തിൽ കിട്ടുന്നത് 10 800 600 700 ഒക്കെ രൂപയ്ക്കാണ്. അതായത് ഇന്ന് കേരളത്തിലെ ഒരു പുരുഷന്മാർ, അതായത് കൂലിപ്പണി, ഞാൻ പറയുന്നത് ചേച്ചിയെ പോലെ ഹൈ ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യങ്ങളൊന്നും അല്ല. കാരണം ചേച്ചിയുടെ ഈ വീഡിയോ കാണുന്നവരൊന്നും ചേച്ചി ഉദ്ദേശിക്കുന്നത് പോലെ ഈ ഭയങ്കര സപ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒന്നും അല്ല. പുരുഷന്മാരൊക്കെ ഒരു ആവറേജ് പുരുഷന്മാരായിരിക്കും. കാരണം അവർക്കത് കേൾക്കുമ്പം ഹരം കൊള്ളും, അവർക്ക് എന്തൊക്കെയോ തോന്നും, വീട്ടിലിരിക്കുന്ന പെണ്ണുപിള്ളയെ പിടിച്ച് കെഞ്ചി കളയാൻ തോന്നും.
കാരണം ചേച്ചി അമ്മാതിരിയുള്ള വാക്കുകളാണല്ലോ പറയുന്നത്. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം, ഭർത്താവിൻ്റെ തലമുടികളിൽ തഴോടണം, പിന്നെ ഭർത്താവിൻ്റെ കൺതടങ്ങളിലെ വരകളുടെ എണ്ണം എടുക്കണം. ഇതൊക്കെയാണല്ലോ ചേച്ചി പറയുന്നത്. അപ്പം ആ പുരുഷന്മാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സുഖിക്കുമായിരിക്കും ചേച്ചി, പക്ഷെ സ്ത്രീകൾക്ക് ഒട്ടും സുഖിക്കത്തില്ല. കാരണമെന്ന് പറഞ്ഞാൽ ചേച്ചി ഉദ്ദേശിക്കുന്ന ലെവലിലെ സ്ത്രീകൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള അന്നന്നത്തേക്കുള്ള അന്നത്തിനുള്ള വക കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകളെയാണ് ചേച്ചി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും അത് കേട്ടാൽ ഒരു 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 ഹരവും കൊള്ളില്ല ചേച്ചി. പകരം ചേച്ചിയോട് തോന്നുന്നത് ഒരുതരം പുച്ഛം മാത്രമാണ്. ചേച്ചി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? ചേച്ചി ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തെറ്റിപ്പോയി. അപ്പം നമ്മുടെ സർക്കാർ മദ്യത്തിനങ്ങ് വില കൂട്ടി. വില കൂട്ടിയപ്പോൾ ഈ പുരുഷന്മാർക്ക് കിട്ടുന്ന എത്ര രൂപയാ? 1000 രൂപ. ആ 1000 രൂപ കിട്ടിയാൽ 780 രൂപയ്ക്ക് അവർ മദ്യം വാങ്ങിച്ചാൽ പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ലോട്ടറിയും കൂടെ എടുത്തു കഴിഞ്ഞു. അന്നത്തേക്ക് ആ വീട്ടിലേക്ക് റേഷൻ മേടിക്കാൻ പോലും പൈസയില്ല. പിന്നെ ആ വീട് എങ്ങനെ കഴിയും ചേച്ചി? ആ 4-ാം കാലെ അടിച്ച് ഫിറ്റായി കയറി വരുന്ന ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ച് കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുവന്ന് അകത്തിരുത്തി തലയിൽ എണ്ണ തേച്ച് കൊടുത്ത് കുളിപ്പിക്കാൻ ഏത് ഹൗസ് വൈഫിനെ കൊണ്ട് സാധിക്കും? ഈ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ പോലും ഒരു ഉത്തരവാദിത്തപരമില്ലാതെ നടക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊന്നും സ്ത്രീകൾക്ക് സാധിക്കില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും, ഈ ക്ലാസ് സ്ത്രീകൾക്ക് എടുക്കുന്നതിന് മുന്നേ ചേച്ചിയുടെ അണ്ണനോട് പറയണം. ചേച്ചിയുടെ അണ്ണൻ പൊളിയായതുകൊണ്ടാണല്ലോ ചേച്ചിക്ക് ഇത്ര കൂളായിട്ട് വന്ന് ഈ സ്ത്രീകളെ ഇത്ര വൃത്തിയായിട്ട് ഉപദേശിക്കാൻ സാധിക്കുന്നത്. ചേച്ചിയുടെ അണ്ണനോട് പറയണം, ഒരു 3-4-5 ക്ലാസ് ഈ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഒരു വീഡിയോ ഇടുന്നതിനോടൊപ്പം തന്നെ അണ്ണൻ്റെയും കൂടെ ഓരോ വീഡിയോ ഇടാൻ, അതായത് നമ്മുടെ ഈ കേരളത്തിലെ പുരുഷന്മാരൂടെ കാണട്ടെ. എത്ര ഭംഗിയായിട്ട് കുടുംബം നോക്കിയാലാണ് സ്ത്രീകൾ ഇത്ര ഭംഗിയായിട്ട് അവരെ തലോടിയും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചേച്ചിയുടെ അണ്ണനോട് അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ. അപ്പോൾ ചേച്ചിയുടെ അണ്ണൻ്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഈ കേരളത്തിലുള്ള ഓരോ പുരുഷന്മാരും ഓരോ വീട്ടിലുള്ള വീട്ടമ്മമാരെ സ്നേഹിക്കാൻ പഠിക്കും. അപ്പോൾ ചേച്ചിയെ പോലെ തന്നെ ഞങ്ങളും അടിപൊളിയായിട്ട് ഞങ്ങളുടെ ഹസ്ബൻഡിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യും. ചേച്ചി അടിച്ച് 4-ാം കാലെ വീട്ടിൽ കയറി വന്ന് അത്താഴം വെച്ചിരുന്ന കഞ്ഞിക്കലം എടുത്ത് മുറ്റത്തോട്ട് എറിഞ്ഞേം വെച്ച് മക്കളെയും പെണ്ണും പിള്ളേയും ചീത്ത വിളിക്കുന്ന ഭർത്താവിന് നേരം വെളുന്ന് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ഞങ്ങൾക്ക് തോന്നാറില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഈ വീഡിയോ ചെയ്യുമ്പോൾ നോട്ട് ദ പോയിന്റ്, അതായത് ഹൈ ലെവൽ, ഹൈ ക്ലാസ്, അതായത് അലമ്പ് കാണിക്കാത്ത ആൾക്കാർക്കൊന്ന് ഒരു ക്യാപ്ഷൻ വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നും. കേട്ടിരിക്കാൻ മാത്രമേ ഒരു രസം കാണൂ. പിന്നെ പോരാത്തതെന്ന് പറഞ്ഞാൽ ചേച്ചി ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും കൂടെ ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ ഈ വീഡിയോയൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ വന്നിട്ട് ഞങ്ങളോട് പറയും, കണ്ടോടി പെണ്ണുങ്ങൾ പറയുന്ന നോക്ക്, കണ്ടോ നിനക്കൊക്കെ പുച്ഛമല്ലയോ, രാവിലെ എഴുന്നേറ്റ് നീയൊക്കെ ഞങ്ങളോടൊന്ന് ചിരിക്കുവോ, നീയൊക്കെ ഞങ്ങളെ എന്തൊക്കെയാ പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ അടിയും കൂടെ ഞങ്ങൾ കൊള്ളണം ചേച്ചി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അണ്ണനെ കൊണ്ട് 2 വീഡിയോ ചെയ്യിപ്പിക്കുകയും വേണം. പിന്നെ പറയുമ്പം ചേച്ചി പ്രത്യേകം ചേച്ചി പറയുന്ന വീഡിയോയിൽ പറയണം, കേരള സമൂഹത്തിലെ മദ്യപിക്കാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് കേട്ടോ. ചേച്ചി ഈ മൈക്ക് കിട്ടുമ്പോഴെല്ലാം മൈക്കിൽ കൂടി ഇരുന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നതല്ലേ ഞങ്ങൾ കേൾക്കുന്നുള്ളൂ. ചേച്ചി ഇടയ്ക്ക് ആ അണ്ണനെയും കൂടെ വേദിയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ പോലുള്ള ആൾക്കാർ അണ്ണനോടുകൂടെ ചോദിക്കട്ടെ, ചേച്ചി ഇങ്ങനെ ദിവസേന അണ്ണൻ്റെ മുടിയുടെ ചേച്ചിക്ക് ഇതിനൊക്കെ സമയം കിട്ടുമോ ചേച്ചി ഇങ്ങനെ ഓടി നടന്ന് ചാനലിനകത്തും അവിടെ ഇവിടെയൊക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ സമയം കിട്ടും ചേച്ചി അണ്ണൻ്റെ തലമുടിയുടെ എണ്ണം എടുക്കാനും അണ്ണനെ നോക്കി പുഞ്ചിരിക്കാനും? അണ്ണനെ കാണാറുണ്ടോ ചേച്ചി യഥാർത്ഥത്തിൽ? അണ്ണൻ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? അണ്ണനെ ചേച്ചി എപ്പോഴെങ്കിലും, കാരണം ചേച്ചി ഇത്രയും ബിസിയായിട്ട് നടന്ന് നാട്ടുകാർക്ക് മൊത്തം ഉപദേശം കൊടുക്കാൻ നടക്കുന്ന സമയത്ത് ചേച്ചിക്ക് അണ്ണനെ കാണാൻ കിട്ടാറില്ല. അതുകൊണ്ടാണ് ചേച്ചി നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളില്ലാത്ത. ഞങ്ങളുടെയൊക്കെ വീടുകളിലെന്ന് പറഞ്ഞാൽ രാവിലെ ഭർത്താവ് ഇറങ്ങി പോകുമ്പോഴും ഞങ്ങൾ വീട്ടിൽ ഇരിക്കും, വൈകിട്ട് ഭർത്താവ് കയറി വരുമ്പോഴും ഞങ്ങൾ വീട്ടിൽ ഇരിക്കും. അപ്പോൾ അങ്ങേര് തന്നെ വിചാരിക്കും ഇത് എന്തൊരു പുല്ല്, പോയപ്പോഴും ഇവിടെ ഇരിക്കുന്നു വന്നപ്പോഴും ഇവിടെ ഇരിക്കുന്നു. അങ്ങേർക്ക് തന്നെ ദേഷ്യം വരും ചേച്ചി. പിന്നെ എന്തോ ചെയ്യാനാ? അപ്പം പിന്നെ അങ്ങേര് ആ ഒരു അവജ്ഞയോട് കൂടിയേ ഞങ്ങളെ കാണത്തുള്ളൂ. ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ ചേച്ചി. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോയി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ അണ്ണനും ഇടയ്ക്ക് ഒരു റിലീഫ് കിട്ടും. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ കാണത്തുള്ളൂ.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന സമയത്ത് മുടിയുടെ എണ്ണം എടുക്കാനും കെട്ടിപ്പിടിക്കാനും പുഞ്ചിരിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ സമയം കിട്ടും ചേച്ചി. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അതൊന്നും അല്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് മേലാ വരരുത് കേട്ടോ. ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഞാൻ ഒരുപാട് മെസ്സേജ് ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഇട്ട് അപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിയുന്നത് ചേച്ചി മെസ്സേജ് നോക്കുന്ന ശീലമില്ലെന്ന്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യുമെന്നായി. എന്തായാലും എനിക്ക് തോന്നിയത് എന്തായാലും ചേച്ചിയോട് പറയണമല്ലോ. ഇത് എൻ്റെ ഒരാളിൻ്റെ മാത്രം വികാരമല്ല കേട്ടോ. കേരള സമൂഹത്തിലെ ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും വികാരമാണ് ഇത്. ഇത് ചേച്ചിയെ ഒന്ന് അറിയിക്കണമല്ലോ. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാക്കുക. ആ ചാനലിൽ കൂടെ ചേച്ചിയോട് പറയുക. അതുകൊണ്ടാണ് ചേച്ചി ഞാനിപ്പോൾ ഇങ്ങനൊരു ചാനലിൽ കയറി ഇരുന്ന് ഇത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചേച്ചിയോടൊരു കാര്യം പറയാം. ചേച്ചി കേരളത്തിലെ കല്യാണം കഴിച്ചവരെ ഉപദേശിക്കാൻ വരരുത്. കാരണം ഉപദേശിക്കാൻ വരാൻ പറ്റത്തില്ല. കാരണം ചേച്ചി ഉപദേശിക്കുന്ന കണക്കല്ല കേരളത്തിൽ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചേച്ചി സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ചേച്ചി സ്വന്തമായിട്ട് ജീവിച്ചോളൂ. കേരളത്തിലെ സ്ത്രീകളെ, വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ ഉപദേശിക്കാൻ വരരുത്. വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ ഏത് രീതിയിൽ ജീവിക്കണം, എങ്ങനെയാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് രാവിലെ പുഞ്ചിരിച്ച് ഉമ്മ കൊടുത്ത് ചേച്ചി കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി എല്ലാവരും കല്യാണം കഴിക്കുന്നത്. ആരുമില്ല പ്രതീക്ഷയില്ലാതെ കല്യാണം കഴിക്കുന്നത്. ഓരോ പെൺകുട്ടിയും വിവാഹിതയാകുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം